നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1199 ആണ്ട് ഇടവ മാസം 12-ാം തീയതി 2024 മെയ് മാസം 26-ാം തീയതി ഞായറാഴ്ചയാണ്. മൂലം നക്ഷത്രവുമാണ്. അപ്പോൾ മൂല നക്ഷത്രവും ഞായറാഴ്ചയും ആയിട്ട് വന്നിരിക്കുന്ന ദിവസമാണ്. ഞായറാഴ്ച പൊതുവേ ഇന്ന് ദോഷപ്രദമായ ദിവസമല്ല, സൂര്യഭഗവാന്റെ ദിവസമാണ്. ആദിത്യൻ്റെ ദിവസം. ആദിത്യൻ്റെ ദിവസം, സൂര്യൻ്റെ ദിവസം ഏറ്റവും കൂടുതൽ പ്രകാശിക്കാൻ സഹായിക്കുന്ന ദിവസമാണ് സൂര്യൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസവും ഇന്നത്തെ നക്ഷത്രവും കൊള്ളാം. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. ഇപ്പോൾ മൂല നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളികളുടെ ഇടയിൽ അയ്യോ മൂലം എന്ന് പറയുമ്പോൾ അവർക്ക് പറയാൻ തന്നെ ചെറിയ ഒരു അറപ്പ് വരും. അത് ഇവിടെ നിന്നും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ഹിന്ദി മേഖലയിലേക്കോ പോകുമ്പോൾ മൂല നക്ഷത്രത്തിൽ എനിക്കെന്ന് വെച്ചാൽ അവർ വളരെ പ്രൗഢിയോടുകൂടിയാണ് പറയണേ, ഞാൻ മൂല നക്ഷത്രം, അതായത് നക്ഷത്രങ്ങളുടെ മൂടാണ് എൻ്റെ നക്ഷത്രം എന്ന ഒരു അധികാരത്തോടു കൂടിയാണ് അവർ ആ നക്ഷത്രത്തെ പറയണേ. അപ്പോൾ അത്ര നല്ല നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ മൂടാണ് മൂല നക്ഷത്രം. അപ്പോൾ നല്ല നക്ഷത്രം. അപ്പോൾ അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഞായറാഴ്ചയാണ്. നല്ല ദിവസമാണ് ഞായറാഴ്ച. സൂര്യൻ്റെ ദിവസമാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടൊക്കെ ആദിത്യനിൽ അലയാത്തവരായി ആരുമില്ല. കുറച്ച് അലച്ചിലിനൊക്കെ തരും, കുറച്ച് ടെൻഷനും കുറച്ച് ചൂട് കൂട്ടിത്തരും. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ എന്ത് ചെയ്യണം? ചൂട് കുറയ്ക്കണം, ടെൻഷൻ കുറയ്ക്കണം. അതിൻ്റെ പ്രധാനമായിട്ട് ശിവക്ഷേത്രത്തിൽ പോയി ജലധാര, ഭഗവാന് ധാര നടത്തണം. ജലധാര, അതുപോലെ ഭഗവാന് ഇഷ്ട വഴിപാടായ കൂവളമാല, എരുക്കുമാല ഒക്കെ ഭഗവാന് ചാർത്തുന്നത് ഭാഗ്യദായകമായി തീരും. അതുപോലെ തന്നെ പിൻവിളക്ക് കത്തിക്കുക, പഞ്ചാമൃത പായസം നേദിക്കുക, ഇതൊക്കെ ഏറ്റവും ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. സൂര്യഭഗവാനെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക. ഒരു വർഷക്കാലവും പ്രാർത്ഥിച്ചു പോകുന്നത് നന്നായിരിക്കും. സൂര്യൻ്റെ ചൂടേക്കാതിരിക്കാൻ സൂര്യനെ നമുക്ക് പ്രീതിപ്പെടുത്തി എടുക്കുന്നതോടുകൂടി ഭഗവാന്റെ പോസിറ്റീവ് എനർജിയായി ആ ദോഷങ്ങൾ മാറും. അതുപോലെ ഇന്നും രാവുകാല സമയം നമുക്ക് വന്നിരിക്കുന്ന ഞായറാഴ്ചയാണ്. ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങണം. ചിലപ്പോൾ വല്ല ഫംഗ്ഷൻ കാണും, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ വീടുകളിലൊക്കെ പോകുന്ന സമയമാണ്, അല്ലെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുന്ന ദിവസമാണ്. പക്ഷേ വൈകുന്നേരം ആണ് കൂടുതലായിട്ടും പുറത്തൊക്കെ ഇറങ്ങണത്. അതുവരെ ചിലപ്പോൾ വീട്ടിൽ പല പണികൾ കാണും. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് രാവുകാല സമയം നോക്കിയായിരിക്കണം ഇറങ്ങേണ്ടത്. ട്രാഫിക്കിലൊക്കെ ചെന്ന് പെട്ട് അലച്ചിലൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാവുകാല സമയം നോക്കി യാത്രയാവണം. രാവുകാല സമയം വരുന്നത് തന്നെ ഇന്ന് നമുക്ക് കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള 4:30 മണി മുതൽ 6 മണി വരെ രാവുകാല സമയം എന്നാണ്. ഇവിടെ 5 മണി 3 മിനിറ്റ് തൊട്ട് 6 മണി 37 മിനിറ്റ് വരെ രാവുകാല സമയം. ഒന്നീ 5 മണി 3 മിനിറ്റിന് മുമ്പോ 5 മണി 6 മണി 37 ശേഷമോ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് നന്നായിരിക്കും. അതുപോലെ നമുക്ക് ഇന്ന് പാടില്ലാത്ത 2 സമയമാണ് ഗുളികകാലവും യമകണ്ഠകാലവും. ഗുളികകാല സമയം വരുന്നത് 3 മണി 29 മിനിറ്റ് തൊട്ട് 5 മണി 3 മിനിറ്റ് വരെയും. യമകണ്ഠകാല സമയം വരുന്നത് ഉച്ചയ്ക്കാണ്. 12 മണി 22 മിനിറ്റ് തൊട്ട് 1 മണി 56 മിനിറ്റ് വരെയും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും 11 മണി 57 മിനിറ്റ് തൊട്ട് ആരംഭിച്ച് 12 മണി 46 മിനിറ്റോടു കൂടി അഭിജിത്ത് മുഹൂർത്തവും തീരും. അപ്പോൾ ഇന്ന് ഭാഗ്യ അവസ്ഥയ്ക്ക് ഇടവരാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ, വസ്ത്രധാരണത്തിനും അതുപോലെ നമുക്ക് വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വന്ന് ചേരാൻ സഹായിക്കും വസ്ത്രധാരണം കൊണ്ട്. വസ്ത്രം ധരിക്കുന്നത് ഇന്ന് ശരിക്ക് താമരപ്പൂവിൻ്റെ കളറ്, റോസ് കളറ്, അതേപോലെ ചൂടുകല്ലിൻ്റെ കളറ് ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നമ്മൾ വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും.
അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഐശ്വര്യപ്രദമായ ഒരു വീക്കെൻഡായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.